Good afternoon, everyone. Next lab question is system calls to write, append and display. ഇതൊന്നുമില്ല, നമ്മൾ സിയിലൊരു ഫയൽ ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് കണ്ടൻറ്റ് ആഡ് ചെയ്യുന്ന, അതായത് ആൾറെഡി ഉള്ളതാണ്. ഓക്കെ, ഇനി ഇല്ലെങ്കിൽ പുതുതായിട്ട് വരും വേണം. അങ്ങനെയുള്ള ഒരു ഫയലിനെ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ആൾ നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യണം. സോ ഇത്രയും പിന്നെ എന്താ പറയുക, ഹെഡർ ഫയൽസ് ആവശ്യമായിട്ട് വരും. ജനറലി ഇല്ല, പക്ഷേ നമ്മളിവിടെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിലും കൂടിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ റൈറ്റ് മോഡ് അങ്ങനെ ബൈനറി അങ്ങനെയുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കുറച്ച് കോൺസ്റ്റൻറ്റുകളും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇൻറ്റിജർ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിപ്പോൾ ഫയൽ പോയിൻ്റർ ആയിട്ടല്ല, ഇൻറ്റിജറായിട്ടാണ്. ഓക്കെ, നമ്മൾ ഫയൽ F1 അങ്ങനെ ആയിരുന്നു സംഭവം യൂസ് ചെയ്യുന്നതൊക്കെ ഒരുപോലെയാണെങ്കിലും പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നത് 2ൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഫസ്റ്റ് 2ന് തുല്യമായിട്ട് ഐറ്റംസ് ഇല്ലെങ്കിൽ ഫയൽ നെയിം പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയണം. അതായത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫയൽ നെയിം നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ ഫയൽ നെയിം പാസ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് .a.out ഒരു ഫയൽ നെയിം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതും കൂടെ കൂട്ടിച്ചേർക്കണം. എന്നിട്ട് ആ ഫയൽ നെയിമിനെ argv1ലും v0ൽ നമ്മളുടെ a.out എന്നുള്ള പേരാണ് ഉണ്ടാവുക. ഓക്കെ, ഒബ്ജക്റ്റ് കോഡിൻ്റെ പേര് രണ്ടാമത്തെ ആളായിട്ടാണ് ഈ ഫയൽ നെയിം വരിക. അത് ഹാൻഡിൽ എന്നുള്ള ഇതിലേക്കാണ്. ഹാൻഡിൽ അതായത് സക്സസ് ആണോ അല്ലയോ എന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യണം? റൈറ്റ് ചെയ്യാൻ അനുവദിക്കണം. ഇനി ആൾറെഡി ഉള്ള ഫയലാണെങ്കിൽ അപ്പൻഡ് ചെയ്യാൻ അനുവദിക്കണം. റീഡ് ഓൺലി, ഇതിവിടെ ചിലപ്പോൾ എറർ വരാം. അപ്പോൾ അത് ക്രിയേറ്റും അതേപോലെ റീഡ് ആൻഡ് റൈറ്റ് ഫോർ ദ ഓണർ പെർമിഷനോട് കൂടിയിട്ടൊക്കെ ആവാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിങ്ങനെ ചെയ്തു നോക്കുക. ഇല്ലെങ്കിൽ നമുക്കെന്താണ് O_ പിന്നെ എന്ത് വരും, റീഡ് ഓൺലി അപ്പൻഡ് ഓൺലി റൈറ്റ് ഓൺലി അപ്പൻഡ് ഓൺലി അല്ലെങ്കിൽ ക്രിയേറ്റ് വരും. ഓക്കെ, അപ്പോൾ ആ കോഡ് ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു വ്യത്യാസം വരാം. ഓക്കെ, ഇനി <0 ആണെങ്കിൽ ക്രിയേഷനിൽ എന്താണ് എറർ വരാം. ഓക്കെ, അപ്പോൾ എക്സിറ്റ് അടിച്ച് പോവുക. ഇല്ലെങ്കിൽ കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ പറയും. Ctrl D വെച്ചിട്ട് കണ്ടൻറ്റ് ടൈപ്പിംഗ് ടെർമിനേറ്റ് ചെയ്യാം. സോ ഇതെല്ലാം കിടക്കുന്നത് ബഫറിലാണ്. ആ ബഫറിൻ്റെ സൈസിൻ്റെ അത്രയുള്ള ആ ബഫറിൽ നിന്ന് നമ്മൾ 0th മുതൽ നമ്മൾ എന്ത് ചെയ്യും, റീഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ റീഡ് ചെയ്ത ആ സംഭവം എന്താണ് ഒരു പോസിറ്റീവ് വാല്യൂ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബഫറിൻ്റെ ലെങ്ത്തിൽ ബഫറിൽ നിന്ന് ഹാൻഡിൽ പോയിൻ്റ് ചെയ്യുന്ന ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ള സ്റ്റാറ്റസ് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും, ഒരു എററാണ്. അപ്പോൾ അത് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൻഡിങ് ഫെയിൽഡാണ്. ഫെയിലായാൽ എക്സിറ്റ് ഓഫ് -1 ആണ്. സക്സസ് ആണെങ്കിൽ എക്സിറ്റ് ഓഫ് 0 ആണ്. ഇനി ഇല്ലെങ്കിൽ എന്തായിരിക്കും, അപ്പൻഡിങ് ടു ദ ഫയൽ സക്സസ്ഫുള്ളി ക്ലോസ് ഹാൻഡിൽ. ഓക്കെ, ഇനി മറ്റൊരു ഇൻറ്റിജർ വേരിയബിൾ വെച്ചിട്ട് ഇതിനെ വീണ്ടും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടത് റീഡ് ഓൺലി മോഡിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഫയൽ നെയിം ഉള്ളത് avgv1ലും അണ്ടർസ്കോർ എന്താണ് ഓണർ എന്നുള്ള ഇതില്ല എന്ത് വരും, റീഡ് ഓൺലിയിൽ ഓപ്പൺ ചെയ്യും.
ദെൻ അതിനെ പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഹെഡിങ് കൊടുക്കുക, ഡിസ്പ്ലേ ദ കണ്ടൻറ്റ്, പിന്നെ ഒരു ഒരു ലൈന് കൊടുക്കുക. ദെൻ FD പോയിൻ്റ് ചെയ്യുന്നതിലേക്ക് ബഫറിലേക്ക് എന്ത് ചെയ്യണം, സൈസ് ഓഫ് ബഫറിലുള്ള അത്രയും ഐറ്റംസ് FDയിൽ നിന്ന് റീഡ് ചെയ്ത് ഇടണം. ഇത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ആ ബഫർ എന്താണോ അത് പ്രിൻ്റ് ചെയ്യുക. പിന്നെ എന്താണ് ഒരു നെക്സ്റ്റ് ലൈൻ ക്യാരക്ടറും 1 by 1 എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ OS2.c എന്നുള്ള ഈ പ്രോഗ്രാമിനെ GCC കമ്പൈലർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നു. .a.outൽ എക്സിക്യൂട്ട് ചെയ്താൽ നെയിം പ്രൊവൈഡ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫയലിനെ ഒബ്ജക്റ്റ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു OS2. അപ്പോൾ OS2 t1.test, ഈ T1 ആണ് നമ്മളുടെ എന്ത് ഫയൽ നെയിം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എൻ്റർ കണ്ടൻറ്റ്, പിന്നെ Ctrl+D വെച്ചിട്ട് എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പോൾ ഹായ് അപ്പൻഡിങ് ടു ദ ഹായ് എന്നാണ് ഇപ്പോൾ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി ആണ്. പിന്നെ ഡിസ്പ്ലേ ദ കണ്ടൻറ്റ് ഹായ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് എൻ്റർ ദ കണ്ടൻറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ്, വീണ്ടും നമ്മൾ വിഷ് യു ഗുഡ് ലക്ക് സക്സസ്ഫുള്ളി അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുക ഹായ് ഹൗ വാസ് യു വർ ക്ലാസ്സസ് വിഷ് യു ഗുഡ് ലക്ക്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ അപ്പൻഡിങ്ങും റൈറ്റിങ്ങും ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരെന്തായിരുന്നു, പിന്നെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ അതിൽ കണ്ടൻ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ ഹൗ വാസ് യുവർ ക്ലാസ്സസ് എന്നുള്ളത് വരാത്ത പോലെ നിങ്ങൾ ഉണ്ട്, പക്ഷെ അതും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുക, ഇല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. സാധാരണ C പ്രോഗ്രാമിലെ ഫയൽ റീഡ് ആൻഡ് റൈറ്റ് അല്ല, സിസ്റ്റം കാൾസ് വെച്ചിട്ടുള്ള ഫയൽ റീഡ് റൈറ്റ് അപ്പൻഡ്. ഓക്കെ, ഡിസ്പ്ലേ, ഇത്രയും കാര്യങ്ങളാണ്. സിമ്പിളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ഓർത്തിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു.